നല്ല മനോഹരമായ ഒരു ലക്ഷറി വീടിൻ്റെ ഒരു വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ കാണുന്ന നല്ല മനോഹരമായ ലക്ഷറി ലുക്ക് വരുന്നൊരു അടിപൊളി വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് ഈ വീടിൻ്റെ ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എക്സ്റ്റീരിയർ ലുക്കായിട്ട് കാണുമ്പോഴത്തേക്കും ഫ്രെയിം അതുപോലെ തന്നെ കേബിൾ ഫ്രെയിമൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായൊരു എക്സ്റ്റീരിയർ ലുക്ക് വൈസാണ് വീടിന് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ കുറച്ചുകൂടെ അടിപൊളിയാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോടിന് സമീപമായിട്ട് പൊറ്റയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീടിന് വന്നിട്ടുള്ളത്. ഈ വീടിന് സമീപമായിട്ട് 500 മീറ്റർ മാറിയിട്ടാണ് പഞ്ചായത്തും വില്ലേജൊക്കെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് പൈപ്പ് കണക്ഷനാണ്. അപ്പോൾ നമുക്ക് 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ പണിയച്ച 4 BHK വരുന്ന വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഒരു 30ഓളം വില്ലാസൊക്കെ പണിയേൽപ്പിച്ച് വരുന്ന നല്ലൊരു അടിപൊളി മനോഹരമായ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനടുത്തുള്ള വില്ലാസ് നമുക്ക് പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് സെയിലിന് തന്നെയാണ്. വരുന്ന വീഡിയോസിലൊക്കെ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണം കൂടെ ഇനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു ഗാർഡൻ പ്രൊവിഷനൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 8x6 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. കൂടാതെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. ഈ മെയിൻ ഡോറ് ഫുള്ളും തേക്കിൻ തടിയിലാണ് പണിതിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ഇൻറ്റീരിയർ തന്നെ വർക്ക് തന്നെയാണ് വീടിനകത്ത് ചെയ്തിട്ടുള്ളത്. 16x14 ലിവിങ് ഏരിയ ഡയമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് ഈ ഒരു ലിവിങ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു TV യൂണിറ്റ് തന്നെയാണ് ലിവിങ് ഏരിയയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് തന്നെ നല്ല മനോഹരമായ റോയൽ പ്ലേൻ്റെ വാൾ സ്റ്റിക്കറും കൂടാതെ തന്നെ വാൾ പാനലൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് മനോഹരമാക്കിയിട്ടുള്ളത്. ഇൻഡോർ പ്ലാന്റ്സൊക്കെ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർബിൾ ഷെയ്ഡ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോർഡും കാര്യങ്ങളും തന്നെയാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. 100 ഇഞ്ചിൻ്റെ TVയോളം ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് റോയൽ പ്ലേൻ്റെ നല്ല വാൾ സ്റ്റിക്കറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ ജനൽ മുഴുവനും ഷ്രിങ്കിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വീടിന് 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് വരുന്നത്. ആങ്കറിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ മുഴുവനും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 16x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാഷ് കൗണ്ടർ ഏരിയ ഡൈനിങ് ഏരിയക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വാഷ് കൗണ്ടറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായിട്ട് തന്നെ ഇൻവേർട്ടറിൻ്റെ കൗണ്ടറും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഓപ്പൺ കിച്ചൺ മോഡൽ തന്നെയാണ് ഈ ഒരു വീടിനും നൽകിയിട്ടുള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ തന്നെ ബാർ ചെയറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നൽകിക്കൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് കോക്കറി ഷെൽഫും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അതൊരു ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് എൻട്രൻസ് ഒക്കെ മനോഹരമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. 12x10 കിച്ചൻ്റെ ഡയമെൻഷൻ. കജേരയുടെ തന്നെ ആൻറ്റി സ്കിഡിങ് ടൈൽസാണ് കിച്ചൻ്റെ ഭാഗത്ത് ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു മോഡേൺ കിച്ചൺ തന്നെയാണ് ഈ ഒരു വീടിന്
വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ട് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് കബോർഡ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4 BHK ആണ്. താഴെ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമായിട്ടാണ് വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു ഭാഗം നല്ല മനോഹരമായിട്ടുള്ളൊരു പോൾ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും കണ്ടുവരുന്നത് പോലെ സ്പ്രിങ്കിൾസ് ഈ ഒരു റൂമിൽ നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായൊരു വാൾ റൂംസ് തന്നെയാണ് ഈ ഒരു റൂമിൽ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് മുഴുവനും തേക്കിൻ തടിയിലാണ് പണിതിട്ടുള്ളത്. കൂടാതെ തന്നെ ഗ്ലാസിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ സൈഡ് മുഴുവനും ഈ ഒരു വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റും ഹാങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫർഗോള മോഡൽ വരുന്ന ഒരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ വീട്ടിലോട്ട് വരാനായിട്ട് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് വീടിൻ്റെ 3 ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മുഴുവനും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഹോൾ മുഴുവനും 22x10 ഡയമെൻഷൻ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഒരു ഭാഗത്ത് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ ഒരു സൈഡിലെ ചുമര് മുഴുവനും ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ എല്ലാ വിൻഡോസിലും സ്പ്രിങ്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ വാൾ റൂംസ് തന്നെയാണ് ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലെ ചുമരും ഓൾ ആർട്ടൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ വാൾ റൂംസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂമിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. 16x12 റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ റൂംസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഫാൻസി ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വിൻഡോസിലൊക്കെ തന്നെ സ്പ്രിങ്കിൾസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും.
ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് നല്ല മനോഹരമായൊരു വീടിൻ്റെ ബാൽക്കണി. അടിപൊളി ഒരു വ്യൂ കാര്യങ്ങൾ തന്നെയാണ് ബാൽക്കണിയിൽ നമുക്ക് ലഭിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 16x8 ബാൽക്കണിയുടെ ഡയമെൻഷൻ. ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഹാൻഡിൽസൊക്കെ തന്നെ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി സ്കിഡിങ് ടൈൽസ് തന്നെയാണ് ഈ ഒരു ബാൽക്കണിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 78 lakhs ആണ്, 78 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.